കഴിഞ്ഞ കുറച്ച് സമയമായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അതിൽ പലരും പുലർത്തിയിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. വേറെ ഒരു കണ്ണൂരുകാരൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ടി പി ചന്ദ്രശേഖരൻ RMB എന്ന നിലയിലുള്ള ഈ വിമത പ്രസ്ഥാനം ആരംഭിച്ച ദിവസം മുതൽ ഞാനിവിടെ ഉണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷവുമുണ്ട്. ഈ കാലത്തിനിടയിൽ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. ചന്ദ്രശേഖരൻ്റെ മരണത്തെ പോലെ കേരളത്തെ പിടിച്ചു കുലുക്കിയ മറ്റൊരു കൊലപാതകം നമ്മുടെ ഓർമ്മയിലില്ല. പക്ഷേ അതിനുശേഷമാണ്, അടുത്ത കാലത്താണ് കാസർഗോഡ് പെരിയയിലെ കല്യോട്ട് വളരെ നീണ്ട ആസൂത്രണം നടത്തിയിട്ട് 2 കോൺഗ്രസ്സുകാരായ ചെറുപ്പക്കാരെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര ദിവസത്തെ ആസൂത്രണം, എത്ര വാഹനങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, എത്ര അക്രമി സംഘങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ കേസിൻ്റെ, അത് കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് പിന്നീട് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്തെങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കല്യോട്ട ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന നീതി വാങ്ങിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം ഞാൻ ഈ കൊലപാതകത്തിൻ്റെ ഈ പറയുന്ന കണ്ണൂരും കാസർഗോഡും ഒരു ജില്ലയായിരുന്ന കാലത്ത് പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പെരിയയിലൊരു കൊലപാതകം ഉണ്ടായാലും അതിൽ നിന്ന് നേർക്കുനേരെ വിവരങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് കല്യോട്ട് ഞാൻ ആദ്യം കേട്ടിരുന്ന അവിടെ കല്യോട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാദ്യസംഘം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാദ്യസംഘത്തിലെ ചെറുപ്പക്കാരാണോ ഇങ്ങനെ കൊല്ലപ്പെട്ടത് എന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനടുത്ത ദിവസം ഞാൻ അവിടെ പോവുകയും ആളുകളെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കേസിന് ഈ പറയുന്ന അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ദീർഘമായിട്ടുള്ള ആസൂത്രണം, അനവധിയായിട്ടുള്ള ശ്രമങ്ങൾ, അതിൽ തന്നെ എനിക്ക് നേരെ അറിയാവുന്നതിനെ തുടർന്നിട്ട് ചന്ദ്രശേഖരൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയ അക്രമങ്ങളൊക്കെ എൻ്റെ ഒരു ദീർഘ പട്ടികയുണ്ട്. ഇതൊന്നും നമുക്ക് ഒരുപക്ഷെ ലോകത്തോട് പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്യാനാവാത്ത കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഈ നടുക്കത്തിന് ശേഷം ഇപ്പോൾ നേരത്തെ പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ കൃത്യമായി കൊലപാതകത്തിൽ ഉൾപ്പെട്ട പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കല്യോട്ട ചെറുപ്പക്കാരെ കൊല്ലുന്നതിന് വേണ്ടി ഇത്രയേറെ ആസൂത്രണവും ഇത്രയധികം വാഹനങ്ങളും അവരുടെ നാട്ടുകാരും പരിസരത്തിലുള്ളവരുമായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഒരു പഴുതടച്ച ആസൂത്രണത്തിലൂടെയാണ് 2 ചെറുപ്പക്കാരെ വകവരുത്തിയത്. പിന്നീട് അതാണ് കോൺഗ്രസ്സുകാരെ കുറിച്ച് നേരത്തെ കൽപ്പറ്റ പറഞ്ഞ ഒരാശയത്തോടെ എനിക്ക് യോജിപ്പാണ്. കോൺഗ്രസ്സുകാർക്ക് എന്തൊക്കെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വട്ടിയൂർക്കാവിൽ 2 ചെറുപ്പക്കാർ ഒരു തിരുവോണത്തിൻ്റെ തലേന്നാൾ കൊല്ലപ്പെടുന്നുണ്ട്. ആ കൊലപാതകം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കൊലപാതകം ആരാണ് നടത്തിയത്? വട്ടിയൂർക്കാവിൽ CPMൻ്റെ അനുഭാവികളെന്ന് പറയുന്ന 2 ഗാങ്ങുകൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് ഒരു വളരെ വൈകിയ സമയത്ത്, ഒരു തിരുവോണത്തിൻ്റെ തലേന്ന്, ഒരു ഉത്രാട രാത്രിയിൽ ഈ 2 കിലോമീറ്ററുകൾ അകലെയുള്ള 2 സംഘങ്ങൾ ഒരു പ്രത്യേക സമയത്ത്, വളരെ അസമയത്ത് ഒരു സ്ഥലത്ത് എത്തപ്പെടുകയും ഏറ്റുമുട്ടലുണ്ടാകുകയും 2 പേർ കൊല്ലപ്പെടുകയും പിറ്റേന്ന് രാവിലെ മുതൽ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോസ്റ്റർ പ്രചാരണം നടത്താൻ പാകത്തിലുള്ള കൊലപാതകത്തിൻ്റെ പിറകിലാരാണ് ഉണ്ടായിരുന്നത് എന്നൊരു അന്വേഷണം കോൺഗ്രസ്സുകാരത്തെ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന വിവരങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങൾ, അതാണ് ഒരുപാട് കാലം ഇങ്ങനെ നടന്നതുകൊണ്ട് പല സ്ഥലത്തും പല ആളുകളും ഉണ്ട്. അതാണ് നമ്മൾ നേർക്ക് നേരെ കിട്ടുന്ന വിവരങ്ങൾ പോലെയല്ല, ഈ സാധാരണ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായും ആശ്രയിക്കാൻ പറ്റും.
അധികാരത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ പറ്റില്ല, പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റില്ല, പക്ഷെ സാധാരണ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകത്തിന് പിറകിൽ വേറെ ചിലതുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിനെ തുടർന്ന് അതിനടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, ഞാനുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമുള്ളൊരു കോൺഗ്രസ് നേതാവിനെ വിളിച്ച് ഞാനത് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി കേട്ടിട്ടാണ് ഞാൻ അമ്പരന്ന്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, അത് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഇത്രയും ലാഘവത്വത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമായി നടക്കുന്നത്, അല്ലെങ്കിൽ CPM ഇതര രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കേരളത്തിൽ നടക്കുന്നത് എന്നതിനൊരു പരിഹാരമുണ്ടാകാത്ത അവസാനത്തെ ദിവസം വരെയും കേരളം ഇങ്ങനെ തന്നെ തുടരുമെന്ന് എനിക്ക് വ്യക്തമാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നൊന്നും വെറുതെ പറഞ്ഞതല്ല. എന്താണ്, കണ്ണൂരിൽ ഇപ്പോൾ കലോത്സവം പൂട്ടിയതിനെക്കുറിച്ച് ടീച്ചർ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ കലോത്സവം പൂട്ടി, അതിൻ്റെ ഒരു രക്തസാക്ഷി ഉണ്ടായി കണ്ണൂർ നഗരത്തിൽ. കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള പഴയ വലിയ വീട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടുണ്ട്, എൻ്റെ സർവ്വ അടയാളങ്ങളുള്ള വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, ഈ പറയുന്ന ഒരു നൃത്താധ്യാപകൻ ആത്മഹത്യ ചെയ്തു കീടനാശിനി കഴിച്ചിട്ട്. അയാളെയാണ് കൈക്കൂലി വാങ്ങിച്ച കുറ്റത്തിന് ഇതേ SFIക്കാർ പൂട്ടിയിട്ട് മർദ്ദിച്ചിട്ട് പിന്നെ പോലീസുകാരെ ഏൽപ്പിച്ചു കൊടുത്തത്. കേരളം കൈകെട്ടി കണ്ടു നിൽക്കുകയാണ്. അയാളെക്കുറിച്ച് ഞാൻ ആരുടെ സർട്ടിഫിക്കറ്റും വാങ്ങിക്കുകയില്ല. കണ്ണൂരിലെ പ്രഗത്ഭയായ ഒരു നർത്തകി, ഈ നൃത്താധ്യാപകരുടെ ഒരു യൂണിയൻ്റെ നേതാവും സർവോപരി CPMകാരിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഈ പൊതുസദസ്സിൽ. അവർ ഇന്നലെ കേരളത്തിലെ പത്രക്കാരോട് പറഞ്ഞ കാര്യമുണ്ട്. അവർ പറഞ്ഞത്, ഈ മനുഷ്യൻ ഒരിക്കലും ഈ പറയുന്ന കള്ളനോ കൈക്കൂലിക്കാരനോ അല്ല, ഇയാൾ നൃത്തത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ്, അതിൻ്റെ പുറത്ത് കുടുംബം വരെ നഷ്ടപ്പെടുത്തിയ ഒരാളാണ്, അയാൾ അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. എന്നിട്ട് അയാളെ വാസ്തവത്തിൽ ആത്മഹത്യ ചെയ്യിച്ചു. കേരളം കൈകെട്ടി കണ്ടു നിൽക്കുകയാണ്. കേരളത്തിൽ എന്താ ഇല്ലാത്തത്? കേരളത്തിൽ അക്കാദമികളുണ്ട്, പല ജാതി അക്കാദമി, എല്ലാവരും ഉണ്ട്. ഒരു നൃത്താധ്യാപകൻ അയാളുടെ ഒരു ദുർബുദ്ധിക്ക് ഈ SFIക്കാർ നേതൃത്വം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാർക്കിടാൻ പോയി എന്ന കുറ്റത്തിന് അയാളുടെ ജീവിതം നഷ്ടപ്പെടുത്തി. അയാളുടെ അമ്മ തനിച്ചായി. ആരോട് പറയും? കേരളത്തിലെ ഈ പറയുന്ന ആരോടാണ് പറയുക? ആരാണ് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക? ഈ കേസ് എവിടെ എത്താനാണ്? ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഈ TP കേസിൻ്റെ കാര്യത്തിൽ അതും കൂടിയാണ് ഞാൻ പറയാൻ. ഇപ്പം TP കേസ് ഇങ്ങനെയൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മൾ പലപ്പോഴും എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മനുഷ്യർ, സാധാരണ മനുഷ്യർ, അധികാരമില്ലാത്ത മനുഷ്യർ, ഈ അധികാരത്തിൻ്റെ ഒരു വിനിമയം കേരളത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിൻ്റെ ശാക്തികതയുടെ ഉള്ളടക്കം എന്താണ് എന്ന് അറിയാതിരിക്കുന്നതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ അറിയാവുന്ന അനുസരിച്ച് കിറ്റക്സിൻ്റെ മുതലാളിയും കേരളത്തിലെ ഭരണ സംവിധാനമായിട്ട് ഘോരമായ ലഹളയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അയാൾ പ്രസംഗിക്കുന്നു, അയാൾക്കെതിരെ CPMകാർ പ്രസംഗിക്കുന്നു. പക്ഷേ അയാൾ 25 കോടി ഉറുപ്പിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അയാളെ വീട്ടു ചെലവിനായിരിക്കില്ലല്ലോ ഇത്. അതാണ്, ഇത് ആർക്ക് കൊടുക്കാനായിരിക്കും? ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പിയുടെ ഇലക്ട്രൽ ബോണ്ട് കിറ്റക്സിൻ്റെ മുതലാളി വാങ്ങിച്ചത് എന്നൊരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്നതല്ല പ്രധാന പ്രശ്നം. അതാണ് ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കേസിലെ ആദ്യത്തെ പ്രോസിക്യൂട്ടർ നിയമിക്കപ്പെട്ട ദിവസം, ആ വാർത്ത വന്ന ദിവസം രാത്രി ഞാൻ കുമാരൻകുട്ടി വക്കീലിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തോട് ഞാനെന്താ സംസാരിച്ചത് എന്ന കാര്യമൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒട്ടും സുഖകരമല്ലാത്ത ചില സൂചനകളാണ് ഞാൻ കുമാരൻകുട്ടി വക്കീലുമായിട്ട് സംസാരിച്ചത്. അതിലെനിക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം കാര്യങ്ങളൊക്കെ ഇതാണ്, ഈ അധികാരത്തിൻ്റെ ഒരു ഘടന പ്രവർത്തിക്കുന്നതിൻ്റെ ഈ അകത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ വളരെ വ്യക്തമാണ്. ഈ മാറാട് കോടതിയിൽ TP കേസിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കണം. അതാണ് ഈ പ്രോസിക്യൂട്ടർ അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിട്ടുള്ള CPMൻ്റെ ഇപ്പോഴത്തെ പരമാധികാരിയായിട്ടുള്ള പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് ചുവന്ന കൊടി വാങ്ങിച്ചിട്ട് ആ പാർട്ടിയിൽ ചേർന്നു. അതാണ് ഉണ്ടായത്. ഇത് വാസ്തവത്തിൽ ഇത് നമ്മൾ കരുതുന്നത് പോലെയല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയാണ്? TP ചന്ദ്രശേഖരൻ കേസിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് വിചാരണ കോടതിയിൽ വാദിച്ച പ്രോസിക്യൂട്ടറാണ്.
ഈ നേരത്തെ പോയ മുൻ മന്ത്രിസഭ വിശ്വസിച്ചിട്ട് കേസേൽപ്പിച്ച ആളാണ്. പക്ഷെ അയാളുടെ അകത്തെന്തായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയെക്കുറിച്ച് ഇപ്പോഴും പത്മജ വേണുഗോപാലൊക്കെ BJP ചേർന്നപ്പോഴാണ് ആളുകളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലും ആയാറാം ഗയാറാം രാഷ്ട്രീയം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനും കാണുന്നുണ്ട്. ഈ ആയാറാം ഗയാറാം എന്നൊക്കെ പറയുന്ന ഏർപ്പാടൊക്കെ ഈ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ സംഭവിക്കാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ ഒരുപാട് കാലമായി. അതും കൂടി ചേർന്നിട്ടാണ് കേരളത്തിലെ ഈ ഹിംസയുടെയും അക്രമത്തിൻ്റെയും അന്തരീക്ഷം ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അതൊരു പ്രധാന പ്രശ്നമാണ്. ഇത് ഒരുപക്ഷെ നമ്മൾ ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത തരത്തിലുള്ള വിനിമയങ്ങളുടെ അധോതല വിനിമയങ്ങളുടെയും അതിൻ്റെ മാധ്യസ്ഥങ്ങളുടെയും. പിണറായി വിജയൻ ഇന്നലെ 2 ദിവസം മുമ്പ് പത്രക്കാർക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊരു ആത്മവിശ്വാസമാണ് ആ മനുഷ്യന്. അതാണ് മോൾക്കെതിരായിട്ട് അന്വേഷണം അതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് അയാൾക്കറിയാം. ഒരു അന്വേഷണം നടക്കില്ലെന്നറിയാം. 2019 ഇൻകം ടാക്സുകാർ പിടിച്ച കേസാണ് സ്നേഹിതന്മാർ. 2019 ഇൻകം ടാക്സുകാർ പിടിച്ച കേസ് 2024 പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ 2ാമത് അധികാരത്തിൽ വന്നിട്ടേ ഉള്ളൂ. 5 വർഷം കഴിയുമ്പോൾ SFIOക്കാർക്ക് കൈമാറി. അത് എനിക്കറിയില്ല. ജോർജിനെ പണ്ട് പരിചയമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ജോർജിൻ്റെ മകൻ ഷോൺ എന്തിനാണ് കോടതിയിൽ പോയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. SFIO അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ഷോണാണ് കോടതിയിൽ പോയത്. അതിൻ്റെ കാര്യം വേറെ അന്വേഷിക്കേണ്ടി വരും. എന്തിനാണ് ഷോണിന് ഈ ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ കേസ് കൊടുക്കണമെന്ന് തോന്നിയത്? അതിനെക്കുറിച്ച് ചിലതൊക്കെ കേൾക്കണ്ട. അതൊന്നും ഈ പറയുന്ന പ്രസംഗത്തിൽ പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഷോൺ അങ്ങനെ ഒരു കേസ് കൊടുത്തപ്പോൾ ഉടനെ തന്നെ കേന്ദ്രം പറഞ്ഞു ഞങ്ങൾ SFIOക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിജ്ഞാപനം ഇറക്കിയിട്ടാണ് SFIOക്ക് പോയി. പിണറായി വിജയൻ ഒരു പ്രശ്നമില്ല, ഏത് IOക്ക് പോയി കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന തരത്തിൽ. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അധോലോകം ഈ കേരളത്തിൽ സ്ഥാപിതമായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആകുലത കേരളത്തിൽ ഉയരാത്തിടത്തോളം കാലം ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അവർ വളരെ സർവാദരണീയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പഴയ പരിചയക്കാരത്തെയും നാട്ടുകാരിയും പലതരത്തിലുള്ള ആളാണ്. പക്ഷേ കോവിഡ് കാലത്ത് 1500 കോടി ഉറുപ്പിയുടെ ഒരിടപാടിൽ വമ്പിച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലുകൾ രേഖകൾ വെച്ചിട്ട് വാർത്ത ചെയ്തിട്ട് അതിനെതിരായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അതന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തെന്നാ. മുഖ്യമന്ത്രിക്ക് പാട്ടത്തിന് കൊടുത്താണോ സർ കേരളം? മുഖ്യമന്ത്രിക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്, അത് ശരിയായിരിക്കും. പക്ഷെ കേരളത്തിലെ സർവ്വകാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് പാട്ടത്തിന് കൊടുത്താണെന്നും അയാൾ പറഞ്ഞാൽ എന്തും ചെയ്യും എന്ന് പറയുന്ന ഒരാളെ ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതുന്ന ആദർശത്തിൻ്റെ മൂർത്തിയായിട്ട് സ്വീകരിക്കാൻ മാത്രമുള്ള ബുദ്ധിശൂന്യത കേരളത്തിലെ സർവർക്കും ഉണ്ട്. അതാണ്, അത്രയേ വേണ്ടൂ. കേരളത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പപ്പണിയാണ്. അതാണ്. അതിന് മലയാളത്തിൽ ആത്മകഥ എഴുതിയാൽ ശരിയാവില്ല, ഇംഗ്ലീഷിൽ എഴുതണം. ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതാനാണെങ്കിൽ മലയാളത്തിൽ എഴുതുന്നതിന് പണിയില്ല, കാരണം ആളെ വേറെ കിട്ടും. അതാണ്, പൈസ കൊടുത്താൽ മതി. ഇത് ഞാൻ എല്ലാവർക്കുമായിട്ട് പറയുന്നതാണ്, ഒരു പ്രത്യേക ആളിന് വേണ്ടി പറയുന്നതല്ല. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആത്മകഥ എഴുതി കിട്ടാൻ ഇംഗ്ലീഷിൽ ധാരാളം ആളുകളുണ്ട്. കാരണം അവരതൊരു തൊഴിലായിട്ട് കരുതുന്ന അവർക്ക് അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അതൊരു തൊഴിലാണ്. പക്ഷേ ഈ പ്രശ്നമൊക്കെ നിൽക്കുകയാണ്. 1500 കോടി ഉറുപ്പിയുടെ പർച്ചേസിലെ എന്നുവെച്ചാൽ ഷെൽ കമ്പനികൾ വെച്ചിട്ട് പർച്ചേസ് നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. അതിന് ഈ ആളുകൾ, ഈ മന്ത്രിസഭ മറുപടി പറഞ്ഞിട്ടില്ല, പഴയ മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല, ആരും മറുപടി പറഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് അവരിപ്പോൾ അടുത്ത ദിവസം പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നത് അതേക്കുറിച്ച് മിണ്ടിയാൽ കേസ് കൊടുക്കുന്നതാണ്. സർ, കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് മോശം രാഷ്ട്രീയ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ അധികാരം ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലോകത്തോട് വിശദീകരിക്കാൻ ഉണ്ടാകണം. അതിന് പകരം ഈ പറയുന്ന കാര്യം പുറത്തു പറയുന്ന ആളുകളുടെ പേരിൽ കേസ് കൊടുക്കുമെന്നാണെങ്കിൽ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ എക്കാലത്തോ പൊതുപ്രവർത്തനം നിർത്തിയിട്ട്, കാരണം ഞാൻ ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്തൊക്കെ ഞാൻ കേരളത്തിലെ ഈ സർക്കാർ സർവീസിലെ ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അതാണ്, നമ്മുടെ ഈ സ്ഥാനാർത്ഥിയൊന്നും കരുതുന്ന പോലെയല്ല. മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾക്കാരും കൽപ്പിച്ചു തരുന്നതല്ല, നമ്മൾ എടുക്കുന്നതാണ്.
അവിടെ വിജയമാഷ്ട പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണി അങ്ങനെയാണ് വരിക. മാഷ് പറയാറുണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരും കൽപ്പിച്ചു തരുന്നില്ല, നിങ്ങൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എടുക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതിൻ്റെ വരും വരായികളൊക്കെ അനുഭവിക്കാം എന്നുകൂടി ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗസറ്റ് ഓഫീസർ ആയിരിക്കുകയും ഈ പറയുന്ന പൊതുമാധ്യമങ്ങൾ മുഴുവൻ രാഷ്ട്രീയം ഉറക്കെ സംസാരിക്കുകയും ചെയ്യാൻ കഴിയും. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ ഒക്കെ ആ നിലയിൽ കേരളം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമാണ് അവസ്ഥ. ഇതിൻ്റെ ഒരു അവസാന ഭാഗം പറയുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഇപ്പോൾ TP കേസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിലെ വിധിയെക്കുറിച്ചാണ്. ഹൈക്കോടതിയുടെ വിധിയും കൂടി വന്നതോടുകൂടി ഇക്കാര്യത്തിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളും വളരെ ആഹ്ലാദചിത്തരാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കേസ്, TP കേസ് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഇപ്പോഴത്തെ ആ കേസ് ഫ്രെയിം ചെയ്ത ഒരു ഉള്ളടക്കമൊക്കെ വെച്ച് നോക്കിയാൽ വളരെ ആത്യന്തികമെന്ന് കരുതാവുന്ന ഒരു വിധി പ്രസ്താവത്തിലേക്ക് ആ കേസിനെ എത്തിക്കുന്നതിന് വേണ്ടി വർഷങ്ങളും രാപ്പകലും അധ്വാനിച്ച് നടത്തുന്ന ചിലരുണ്ട്. അതാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം ഞാൻ പഴയ കാലത്തൊക്കെ നമ്മൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള, പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടുള്ള ഈ ജഡ്ജിമാരൊക്കെ ആയി തീർന്നിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ന്യായാധിപന്മാർ പലരും വക്കീലുമാരായിട്ടാണ് തുടങ്ങിയത്. അവരുടെ എല്ലാം പേരുകൾ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നങ്ങളായി തീർന്ന കേസുകളുടെയൊക്കെ കോടതി മുറിയിലെ ഇടപെടലുകളിലൂടെ മാതൃകാപരമായ ശിക്ഷയും അല്ലെങ്കിൽ നീതിയും നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഈ പറയുന്ന വക്കീലന്മാർക്ക് എന്തു തരത്തിലാണോ സാമൂഹ്യമായ അംഗീകാരം നൽകേണ്ടത്, അതേക്കുറിച്ചുള്ള ബോധം കേരളത്തിലെ പഴയ മാധ്യമ ലോകത്തിനുണ്ടായിരുന്നു, പത്രലോകത്തിനുണ്ടായിരുന്നു. നിങ്ങൾ ഈ TP കേസിൻ്റെ വിധി ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക, ഒരൊറ്റ മനുഷ്യനോടാണ് കേരളം കടപ്പെട്ടിരിക്കുന്നത്. അത് കോഴിക്കോട് ബാറിലെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മുടെയൊക്കെ സുഹൃത്തായിരിക്കും അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സംഘവും നടത്തിയ വർഷങ്ങൾ നീണ്ടുവന്ന വിട്ടുവീഴ്ചയില്ലാത്ത അധ്വാനവും ഒരുപക്ഷെ നിയമയുദ്ധവുമാണ് TP കേസിനെ ഈ സ്ഥലത്തെത്തിച്ചത്. പക്ഷേ ഇങ്ങനെയൊരു യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത, പതിറ്റാണ്ടിലധികം നേതൃത്വം കൊടുത്ത ഈ പറയുന്ന ഒരു അഭിഭാഷകനോട് കേരളം കാണിക്കേണ്ട മിനിമം ആദരം നൽകുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന കാര്യം നമ്മൾ കാണണം. TP കേസിൻ്റെ വിധിയെക്കുറിച്ച് രാവു പകൽ ഈ പറയുന്ന ആഘോഷിച്ച് നടന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ആരാണ് ഈ തരത്തിൽ അപ്പീൽ കോടതിയിൽ കീഴ്ക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കുക മാത്രമല്ല, വെറുതെ വിട്ട ചില ഗൂഢാലോചന കേസിലെ പ്രതികൾ കൂടി ജീവപര്യന്തം തടവിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു കോടതി മുറിയെ ഒരു നിയമയുദ്ധത്തിൻ്റെ വേദിയാക്കി തീർത്ത ഒരു അഭിഭാഷകന് നൽകേണ്ട, അദ്ദേഹം നമ്മുടെയൊക്കെ സുഹൃത്തായിരിക്കും, TP ചന്ദ്രശേഖരൻ്റെ സുഹൃത്തായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു മനുഷ്യന് നൽകേണ്ട ആദരമെന്നുള്ളത് ഒരു ജനതയുടെ ബാധ്യതയാണ്. എന്നിട്ട് വേണമല്ലോ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വായിൽ പറയാൻ. അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ്. ഇപ്പോൾ കുമാരൻകുട്ടി വക്കീൽ എൻ്റെ സുഹൃത്താണ്, എനിക്ക് പതിറ്റാണ്ടുകളായിട്ട് വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പൊതുജീവിതം എല്ലാ കാര്യവും അറിയുന്ന ഒരാളാണ്. പക്ഷെ അത് ഈ കാര്യം പറയുന്നതിന് എന്നെ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഈ പറയുന്ന ഇത്രയേറെ തകർന്നിരിക്കുന്ന, അതാണ് മാർക്കിടാൻ പോയ കുട്ടികളുടെ കലോത്സവത്തിൽ മാർക്കിടാൻ പോകുന്ന ആള് പെട്ടിയിലടച്ച് ശവമായി മടങ്ങി വരുന്ന തരത്തിൽ നിർദ്ദയവും ജനാധിപത്യ വിരുദ്ധവും പാപപങ്കിലവുമായി തീർന്നിട്ടുള്ള ഒരു കേരളത്തിൽ ഒരുപക്ഷെ നീതിയുടെ ചില വെള്ളി വെളിച്ചങ്ങൾ എന്ന് പഴയ ഭാഷയിൽ പറയുന്ന തരത്തിൽ ഉണ്ടാക്കുന്ന മനുഷ്യരുടെ കഠിനമായ അധ്വാനം മാത്രമല്ല, അതിൻ്റെ ഒരു മാതൃകയെ അംഗീകരിക്കാൻ പോലുള്ള സന്നദ്ധത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട്, ഈ പത്രക്കാർ ഉമ്മൻചാണ്ടിയെ വളച്ചിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ഉമ്മൻചാണ്ടിയോട്.
വളരെ സില്ലിയാണെന്ന് തോന്നുന്ന, ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയെ പോലെ ആൾ ചോദിക്കേണ്ടതില്ലാത്ത സർവ്വ ചോദ്യങ്ങളും ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് ഒരു നാട്യവുമില്ലാതെ കടന്നു പോകും. പക്ഷേ പിണറായി വിജയനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട്. എന്തിനാണ് അങ്ങനെ? ആരാണ് ഈ പിണറായി വിജയൻ? പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പറായിട്ടുള്ള പദവി എന്നുള്ള ചോദ്യമില്ല. പഴയ കാലത്തെ മാധ്യമപ്രവർത്തകരുണ്ട്. ഇപ്പം EMSനോട് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചൊരു മാധ്യമപ്രവർത്തകരുണ്ട്. അതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ അതാണ് ജനാധിപത്യപരമായ ഊറ്റം എന്നാണ് ഞാൻ അതിനെ കാണുക. അങ്ങനെ ചോദിക്കുക തന്നെ വേണം. പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കുമോ അത് ചോദിച്ചപ്പോൾ EMS അദ്ദേഹത്തിൻ്റെ തർക്കുത്തരം പറഞ്ഞു, സംസാരിക്കുമ്പോൾ വിൽക്കാറുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാനുള്ള ആർജവം, പിണറായി വിജയനോടുള്ള എല്ലാ ചോദ്യങ്ങളും സെൻസർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പത്രക്കാർ ചോദിക്കുള്ളൂ. അയാളെ ഇങ്ങനെ ഭയപ്പെടുന്ന ആരാണ്? നമ്മുടെ പത്രക്കാരെ. പഴയ പത്രത്തിലെ കുലപതികളായിട്ടുള്ള തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നത് പലപ്പോഴും എനിക്ക് മാത്രമായിരിക്കില്ല, ഈ പറയുന്ന എൻ്റെയൊക്കെ തലമുറയിലെ പലർക്കും ഓർമ്മ വരും. കാരണം അങ്ങനെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ടോ? അങ്ങനെ റിസർവ് ചെയ്തൊരു സ്ഥാനം. വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല. വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിജയൻ എല്ലാവരെയും വിരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ്. ഇതിനെയാണ് ഫാസിസം എന്ന് പറയുക. നിങ്ങളെ ഒരു ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ, കയ്യിലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല. മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല. ഹിറ്റ്ലറുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ഈ പറയുന്ന ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു. അവർ വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിൻ്റെ സർക്കസിലെ റിംഗ് മാസ്റ്റർമാരായിരുന്നു. അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിംഗ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയന് കൽപ്പിച്ചു കൊടുത്തൊരു CPM ഉണ്ടായി വന്നു. അത് വാസ്തവത്തിൽ അതിൻ്റെ ദീർഘപ്രക്രിയയൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഏതോ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ്റെ കാറിൽ കയറാനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്നൊരു ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ ഈ പിണറായി വിജയനെ എന്താണ് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനമൊന്നുമില്ല. എപ്പോഴാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വെച്ചാൽ 1989 ശേഷമാണ്. 1989 മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് 89 ഡിസംബറിലോ എന്നാൽ 90 മാത്രമേ വരുള്ളൂ. ഇത്രയും കൊല്ലം കൊണ്ട്. അതാണ്. നേരെ മറിച്ച് ഈ പറയുന്ന ഈ പത്രക്കാർ തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ സീനിയറായിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ എങ്ങനെ വിജയന് മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് കേരളത്തിലെ ഈ സർവ്വ സംവിധാനങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക ലോകം, കേരളത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനെ വിപ്പനുസരിച്ച് അങ്ങനെയാണല്ലോ പഴയ ഭാഷയിൽ പറയാം, ഒരു മനുഷ്യൻ്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറിത്തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. പിണറായി വിജയൻ്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല. പിണറായി വിജയൻ്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ട കൊട്ടി നടന്നിരുന്ന 2 ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല. പിണറായി വിജയൻ്റെ വിപ്പിന് കേരളം വഴങ്ങിയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുമായിരുന്നില്ല. ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടക്കുകയില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത് മുഴുവൻ ഉണ്ടായത് ആളുകളെല്ലാം പറയുന്നുണ്ട്. അത് എനിക്ക് തീർച്ചയായിട്ടും യോജിക്കാനാവാത്ത കാര്യമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇങ്ങനെയാണ് എന്ന ആളുകൾ പറയാൻ ഇപ്പോഴും ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസത്തെ എനിക്ക് പരിചയമുണ്ട്. അതാണ് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഇങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസത്തെ. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ് ഇന്നീ പറയുന്ന വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ, ഇന്ന് ഈ കൊലയാളികളുടെ കൂട്ടമായി തീർന്നിട്ടുള്ള, ഗാങ്സ്റ്റേഴ്സായി തീർന്നിട്ടുള്ള ഒരു സംഘടനയും അതിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ട്. അതിന് അങ്ങനെയല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നേരിട്ട് അനുഭവം അതാണ്. ഞാനൊരു അടിയന്തരാവസ്ഥ കാലത്തെ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. അടിയന്തരാവസ്ഥയിൽ ഒരു കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ച് തോറ്റ ഒരാളാണ്.
അന്നത്തെ ഈ കോളേജിലെ കമ്മ്യൂണിസം ഇതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയുമെങ്കിൽ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അന്നത്തെ കോളേജിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യപ്പറ്റിൻ്റെ ഏർപ്പാടായിരുന്നു എന്ന കാര്യം അതിൻ്റെ നടുവിലുണ്ടായിരുന്ന ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അന്ന് ആളുകളെ തല്ലി ഒതുക്കാനോ ഇടിമുറി ഉണ്ടാക്കാനോ പോയിട്ട് കുട്ടികളെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നല്ലാത്ത ഒരാശയവും ഈ സംഘടനക്കൊന്നും മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് കമ്മ്യൂണിസത്തിൻ്റെ തീർച്ചയായിട്ടും കമ്മ്യൂണിസം ഇടിമുറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കൊലയറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വേച്ഛാധികാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെ ചെഷസ്കിയ ഉണ്ടാക്കിയിട്ടുണ്ട്, റുമാനിയ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസവും ലോകത്തുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ കേരളം കമ്മ്യൂണിസം കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ആധിപത്യം കൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി തീർന്നൊരു സമൂഹമോ സമുദായമോ അല്ല. കേരളം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി, അതാണ് നേരത്തെ തിരുവഞ്ചൂർ പറഞ്ഞ ആ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. തിരുവഞ്ചൂർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എനിക്ക് അവിടുത്തെ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാർ, നിങ്ങൾ കണ്ണൂരിനെ കുറിച്ച് എന്ത് ധരിച്ചാലും പിണറായി വിജയൻ്റെ ജൈത്രയാത്ര, ഈ ഒരു ബസ്സിനകത്ത് ഇരുന്നിട്ടുള്ള മന്ത്രിസഭയുടെ മൊത്തം സഞ്ചാരം കണ്ണൂരിൽ പഴയങ്ങാടിയിൽ എത്തുന്നത് വരെ ഒരവസരവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും സമ്മതിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. കണ്ണൂർ പഴയങ്ങാടിയിലെത്തിയപ്പോഴാണ് എനിക്കറിയാവുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ, മഹിത മോഹൻ, സന്ദീപ് തുടങ്ങിയിട്ടുള്ള എനിക്കറിയാവുന്ന, അവരൊക്കെ അറിയാവുന്നതാണ്, കണ്ണൂരിലെ ചെറുപ്പക്കാരായ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്നുള്ള അറിയുന്ന ഈ കുട്ടികൾ ചാടി വീണിട്ട് ഒരു കരിങ്കൊടി കാണിച്ചപ്പോഴാണ് പിണറായി വിജയൻ്റെ ഈ പറയുന്ന അശ്വമേധത്തിനോട് പ്രതിഷേധം സാധ്യമാണ് എന്നൊരു കാര്യവും കണ്ണൂരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്ന് അവരെ മർദ്ദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എല്ലാവരും പറയുന്നുണ്ട്, രക്ഷാപ്രവർത്തനാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വലിയ മനോരോഗത്തിൻ്റെ പ്രശ്നവും കൂടി ഉള്ളടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന്, ഒരു മനോരോഗിക്കല്ലാതെ ഹൃദയശൂന്യത മുഖമുദ്രയായിട്ടുള്ള ആൾ മാത്രമല്ല, ഹൃദയശൂന്യതയെ ആന്തരവൽക്കരിച്ചിട്ടുള്ള ഒരാൾക്കല്ലാതെ മനുഷ്യനെ ക്രൂരമായി ആക്രമിക്കുന്നത് രക്ഷാപ്രവർത്തനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഈ മനുഷ്യനെ കയറ്റി വെച്ചത് കേരളമാണ്. അത് CPM എന്ന് പറയുന്ന പാർട്ടിയല്ല. ഇപ്പം നിങ്ങൾ നോക്ക്, കേരളത്തിലെ എത്ര മതസംഘടനകളുണ്ട് പിണറായി വിജയൻ്റെ വിപ്പ് അംഗീകരിക്കുന്ന ആളുകളായിട്ട്. ആരാണ് ഈ മതസംഘടനകളെ മുഴുവൻ പിണറായി വിജയനെ ഏൽപ്പിച്ചു കൊടുത്തത്? എന്താണ് പിണറായി വിജയൻ്റെ എന്താണ് ഈ പിണറായി വിജയൻ്റെ പ്രാഗൽഭ്യം? ഈ മതസംഘടനകളൊക്കെ അയാളുടെ മുമ്പിൽ പോയി മുട്ടുകുത്താൻ എന്താണ് അയാൾ ചെയ്തിട്ടുള്ളത്? അയാളുടെ മൊത്തം രാഷ്ട്രീയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാനുള്ളത്? നിങ്ങളൊരു EK നായനാർ പറയുന്ന ഒരു EK നായനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പുറകിൽ വളരെ നിസ്വാർത്ഥവും ത്യാഗനിർഭരവുമായിട്ടുള്ള ദീർഘകാല പൊതുജീവിതമുണ്ട്. വിജയൻ്റെ പൊതുജീവിതം എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? വിജയൻ്റെ പൊതുജീവിതം എന്താണ്? അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, തീർച്ചയായിട്ടും ഈ വിജയൻ്റെ വിപ്പിന് കേരളം വഴങ്ങുന്ന അവസാന ദിവസം വരെ ഈ TP ചന്ദ്രശേഖരൻ്റെ രക്തത്തിൽ നിന്ന് കേരളം എന്തെങ്കിലും പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ തെളിവാണ് ഈ പറയുന്ന 2 ദിവസം മുമ്പ് കണ്ണൂരിലുണ്ടായ ഷാജി എന്ന് പറയുന്ന നൃത്താധ്യാപകൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരുത്തൻ്റെയും വിപ്പിന് വഴങ്ങേണ്ടതില്ല എന്നും ജനാധിപത്യം ആ ഉള്ളടക്കത്തിൽ വികസിക്കണം. ഇപ്പോൾ നേരത്തെ കൽപ്പറ്റയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്താണ്, ഈ നമ്മുടെ സാഹിത്യ നായകന്മാർ മുഴുവൻ, ഇപ്പോൾ മുകുന്ദൻ എത്ര വയസ്സുള്ള ആളാണ്, വിജയനേക്കാൾ വയസ്സുള്ള ആളാണ് മുകുന്ദൻ. പക്ഷേ മുകുന്ദനും ഈ ആത്മകഥാപരമായ കുറിപ്പുകൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു കീറാമുട്ടിയായിട്ട് പിണറായി വിജയനെയാണ് കൊണ്ടുവരുന്നത്. എനിക്കറിയില്ല, വേറെ ആരുടെയെങ്കിലും അച്യുതാനന്ദൻ അല്ലെങ്കിൽ വേറെ ആരുടെയും പേര് പറയും, എനിക്കറിയില്ല. എന്താണ് ഇയാളുടെ പശ്ചാത്തലം? എന്തിൻ്റെ പേരിലാണ് ഇയാൾക്കിങ്ങനെ കേരളത്തിൻ്റെ പുറത്തൊരു വിപ്പധികാരം ലഭിക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എങ്ങനെയൊക്കെയോ വലിയ തോതിൽ ഫാസിസവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അതിനു വേണ്ടിയിട്ട് നരേന്ദ്രമോദി വരേണ്ട കാര്യമൊന്നുമില്ല, ഒരു സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഈ നിശബ്ദതയെ ഭേദിക്കുന്നൊരു സാന്നിധ്യമായിട്ടാണ് ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വം ഉണ്ടായത്. പക്ഷെ അതുപോലും വാസ്തവത്തിൽ വലിയ തോതിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെന്താണ് ലഭിച്ചത് എന്ന കാര്യം ഞാൻ മുഴുവനായി ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ
അതിൻ്റെ പുറത്ത് നീതിയുടെ ഒരു കിരണം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള അക്ഷീണമായി പതിറ്റാണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണത്തെ, അദ്ദേഹത്തിൻ്റെ നീതിബോധത്തെ ആദരിച്ചുകൊണ്ട്, വാസ്തവത്തിൽ നിങ്ങൾ പി കുമാരൻകുട്ടി എന്ന വക്കീലിനോടുള്ള ഒരു ആദരസൂചകമായി എഴുന്നേറ്റു എന്ന് കൈയടിക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ കേരളത്തോട് പറയുക. അതെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു സമരവും സാധ്യമല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട്, നേരത്തെ കൽപ്പറ്റ പറഞ്ഞ ഒരു ആശയം വളരെ കൃത്യമാണ്. ചന്ദ്രശേഖരനെ കൊല്ലുക അസാധ്യമാണ്. മരണമില്ലാത്തൊരു സാന്നിധ്യമായി കേരളത്തിൽ ഒരു യഥാർത്ഥമായ ജനാധിപത്യം പുലരുന്ന ദിവസം വരെയും ചന്ദ്രശേഖരൻ കാത്തു നിൽക്കും, അല്ലെങ്കിൽ കാവൽ നിൽക്കും എന്നുള്ളൊരു ആശയം കൂടി നിങ്ങളുമായി പങ്കിട്ടുകൂടി അവസാനിപ്പിക്കും. നല്ല വാക്കുകൾക്കും സ്നേഹ സാന്നിധ്യത്തിനും നന്ദി പ്രിയങ്കനായ കവി ഉമേഷ് ബാബു.